എന്ത് എന്ത് മസ്ക ബണ്ണ് ഉണ്ടാക്കണോ? എന്നാ ഉണ്ടാക്കല്ലോ. മോനിക്കില്ലേ എന്ത് ബണ്ണ്? ബക്ക ബണ്ണ് വേണമെന്ന്. അപ്പം പിന്നെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കട്ടെ. എൻ്റെ മോൻ അംഗനവാടിയിലൊക്കെ പോയി വന്നതാ. അപ്പം എൻ്റെ മോനിക്ക് ബക്ക ബണ്ണ് നമ്മൾ ഉണ്ടാക്കാൻ പോവാം അല്ലേ? അപ്പം നമുക്ക് തുടങ്ങാം. ബക്ക ബണ്ണ്. ഹലോ, അസ്സലാമലൈക്കും. കണ്ട നാട്ടിലും വീട്ടിലും എല്ലായിടത്തും ട്രെൻഡായി അകത്തേക്ക് കയറിയതിൻ്റെ ശേഷമായിരിക്കും ഞാൻ എന്തെങ്കിലും സാധനങ്ങൾ സെറ്റാക്കൽ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. കണ്ട നാട്ടിലും റോട്ടിലും ഇടവഴികളിലും സൈഡിലൊക്കെ ഈ ബൺമസ്കാന അല്ല മസ്ക ബണ്ണോ എന്താ ഇപ്പോഴും കറക്റ്റ് അറിയില്ലോ, ബൺമസ്കാണോ മസ്ക ബണ്ണാണോ. സംഭവം വൈറലും ആയി എല്ലാം കഴിഞ്ഞ് വീട്ടിലിൻ്റെ ഉള്ളിൽ കയറി. പക്ഷെ ഞാൻ എപ്പോഴും അങ്ങോട്ട് ലേറ്റസ്റ്റ് ആയിട്ടല്ല, വളരെ ലേറ്റായിട്ട് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ സംഭവങ്ങളൊന്നും പറയണ്ടല്ലോ. കണ്ടൻസ് മിൽക്കും ബട്ടറും ഇവിടെ പിന്നെ ബീറ്ററും ഒരു സംഭവം ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്ന് മിക്സിയിലിട്ട് അടിച്ച്. അതിനെക്കൊണ്ട് എന്താ അറിയില്ല, കുറച്ച് ലൂസ് കൂടിപ്പോയി. എന്തായാലും നമുക്കത് കഴിച്ചാൽ മതിയല്ലോ, മോൻ്റെ ആഗ്രഹമാണല്ലോ. അവനിക്ക് എന്ത് ലൂസ് കട്ടി. അങ്ങനെ നേരെ മസാല ചായക്ക് പകരം ഇറാനി ചായക്ക് പകരം ഇഞ്ചി മേലക്കായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് പാല് കുറുക്കിയെടുത്ത് അതിലേക്ക് ഒഴിച്ച് അങ്ങനെ ചായ വേഗം സെറ്റായി. ഇറാനി ചായനോട് വലിയ താല്പര്യമില്ല, നമുക്ക് മസാല ചായ ആക്കല്ലോ. പിന്നെ എന്താ എല്ലാവർക്കും അറിയുന്ന അതേ പ്രോസസ്സിങ് തന്നെ ചെയ്ത് എൻ്റേത് കുറച്ച് ലൂസായതുകൊണ്ട് അതിലൂടെയും ഇതിലൂടെയൊക്കെ ഒലിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്തില്ല, ടേസ്റ്റ് മാത്രം കഴിക്കുക. അങ്ങനെ വേഗം അത് സെറ്റായി. പിന്നെ ചൂട് നല്ല ഇഞ്ചിയും ഏലക്കായും ഇട്ട ചായയും സെറ്റാക്കി കേട്ടോ. പിന്നെ ഇപ്പം എന്താ ബാക്കിയൊന്നുമില്ല, ഇത് കഴിക്കന്നെ. അപ്പോൾ ഇത് പറഞ്ഞ ആൾക്കൊന്ന് വേഗം കൊടുക്കണമല്ലോ. പറഞ്ഞ ആൾക്ക് കൊടുത്ത പാട് ആദ്യമൊക്കെ ഒന്ന് നോക്കി, പിന്നെ ഒന്ന് കടിക്കുന്ന പോലെ ആക്ഷൻ ചെയ്ത് എന്താണെന്നറിയില്ല, പിന്നെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ബൺ മസ്ക അല്ലെങ്കിൽ മസ്ക ബൺ എന്തായാലും അത് സംഭവം അടിപൊളിയാണ്. ഈ മധുരം ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ എൻ്റെ കണ്ടൻസ് മിൽക്ക് കുറച്ച് കൂടിയത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ചായ മുക്കുന്നതിനേക്കാളും അല്ലാതെ കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റ ബൈ ബൈ.